സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോയതും തിരിച്ചിവിടെ കൊണ്ടുവന്നതുമെല്ലാം ആ വിശ്വാസത്തിൽ തന്നെയാ. ആ പ്രതീക്ഷയിലിരിക്കുന്ന സച്ചേട്ടനോട് ഗൗരിമോള് ഞങ്ങളുടെ കുഞ്ഞല്ല, ഞങ്ങളുടെ കുഞ്ഞിനെ 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ എങ്ങനെ പറയാ? സേതുവേട്ടന് സപ്തതിയുടെ ആൽബം ഇതുപോലെ തന്നെ വേണം. കണ്ട സച്ചേട്ടാ, ആന്റിയുടെ മാനസിക നിലയ്ക്ക് സാരമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ദേ, അനാവശ്യം പറയരുത്. അച്ഛമോൾ എനിക്ക് സാരി വാങ്ങിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ? അതിന്റെ കുശുമ്പ നീ ഇങ്ങനൊക്കെ പറയുന്നത്. എടാ മോനെ സച്ചി, നീ ഇവള് പറയുന്നൊന്നും കേക്കല്ലേ? ഞാൻ ഈ സാരി കൊടുക്കുന്നതേ ഇവക്ക് ഇഷ്ടമല്ല. ആ, നീ അച്ഛമോളും കൂടെ അമ്മയ്ക്ക് സാരി വാങ്ങിച്ചെന്നതേ ഇവളുമാർക്ക് അത്ര പിടിച്ചിട്ടില്ല. എടി കൊച്ചേ, നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? ആന്റി, ഏട്ടാ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്കിളിന്റെ സപ്തതിക്ക് ഈ സാരി ഉടുത്ത് നെല്ലിശ്ശേരിയിലേക്ക് പോണോന്നാ ഇപ്പൊ പറയുന്നത്. പിന്നെ പോണ്ടേ? ആ മോനെ, ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാല്ലേ? അവിടെ എല്ലാം ഒരുക്കിട്ടെ സേതുവേട്ടൻ നമ്മളെ കാത്തിരിക്കുക. ആ മോനെ, നീ വേഗം പോയി റെഡിയാവാൻ നോക്ക്, നമുക്ക് ഉടനെ പോണം. ഏട്ടാ, ആന്റി എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്തിനാ ഹോസ്പിറ്റലിൽ പോണേ? ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ മോളെ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടി? അമ്മയ്ക്ക് എന്താ പറ്റിയത്? ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കില്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ. അമ്മയുടെ മനസ്സ് കൈവിട്ട് പോവല്ലേ അമ്മേ? എടാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അതെ, ആശുപത്രി കൊണ്ടുപോകണ്ട ഇവളെയാ. അതിനിപ്പ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? സേതുവേട്ടനെ സപ്തതിക്ക് പോകുമ്പോ എന്താ ചെയ്യണ്ടേ? നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ഞാനേ ഇതിന്റെ മാച്ചിങ് ബ്ലൗസ് എവിടാ നോക്കട്ടെ. ഇത് ഇവിടത്തിന്റെ ഉണ്ടല്ലോ, ഇവിടെ കാണുമായിരിക്കും. ഓ, ഇതിനകത്തൊന്നും കാണുന്നില്ല. മറ്റേ പെട്ടിക്കകത്തായിരിക്കും. ഞാൻ റെഡിയായിട്ട് വരെ. നിങ്ങൾ റെഡിയാവോ? 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 അയ്യോ, ആന്റി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ റെഡിയായി വരാം. നീ പെട്ടെന്ന് നമ്മളോടൊന്ന് റെഡിയാവാൻ പറ. ഇപ്പൊ തന്നെ ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ശരി ഏട്ടാ. ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത മാനസിക സംഘർഷത്തിലാണ് അർച്ചന ഇപ്പൊ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അർച്ചന അത് സഹിച്ചേ പറ്റൂ. ഗോകുലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അർച്ചന നേരിട്ട് കണ്ടല്ലേ? രാജീവിന്റെ ഒറ്റ ബലത്തിലോ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ മോൾ എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ എങ്ങനെയാ ഇവിടെ ജീവിക്കുന്നത്? എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം രാജീവ്. എന്റെ മോളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്കിനി ആരും ഒന്നും ഒരു പ്രശ്നമല്ല. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടണം. അർച്ചന, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ഇങ്ങനെ കിടന്ന് ബേളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അർച്ചനയുടെ കുഞ്ഞിനെ കാണാതായിട്ട് 10 വർഷം കഴിഞ്ഞു. ആ കുഞ്ഞിപ്പോ എവിടെയാണെന്നോ എന്താണെന്നോ കണ്ടുപിടിക്കാൻ എനിക്കൊരൽപ്പം സാവകാശം വേണം. കേരള പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. സച്ചേട്ടൻ എന്നെ മോളെ വിട്ടുകിട്ടാൻ വേണ്ടി ഗോകുലിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. ഈ കാര്യം അർച്ചനയോട് ആര് പറഞ്ഞു? ഗോകുല് തന്നെ പറഞ്ഞത്. സംസാരത്തിൽ ഗോകുലിനുള്ളിലെ ടെൻഷനും പ്രയാസവും എല്ലാം എനിക്ക് മനസ്സിലായി. ഒരു കാരണവശാലും സച്ചി കേസുമായി മുന്നോട്ട് പോരുത്. ആ കേസ് പിൻവലിക്കാൻ
അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനിപ്പോ എന്ത് ചെയ്യാൻ രാജീവ്? എനിക്ക് സച്ചേട്ടനോട് നേരിട്ട് പോയി പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രല്ല രാജീവ്, കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം എങ്ങനെ ഞാൻ സച്ചേട്ടനോട് പറയാ? ഗൗരിമോള് ഞങ്ങളുടെ കുഞ്ഞാണെന്നുള്ള വിശ്വാസത്തില്ല സച്ചേട്ടൻ. കഴിഞ്ഞ ദിവസം മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോയതും തിരിച്ചിവിടെ കൊണ്ടുവന്നതുമെല്ലാം ആ വിശ്വാസത്തിൽ തന്നെയാ. ആ പ്രതീക്ഷയിലിരിക്കുന്ന സച്ചേട്ടനോട് ഗൗരിമോള് ഞങ്ങളുടെ കുഞ്ഞല്ല, ഞങ്ങളുടെ കുഞ്ഞിനെ 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ എങ്ങനെ പറയാ? എന്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഇനി ഒരു മാർഗമുള്ളൂ. അർച്ചന, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടോ ഇതിൽ നിന്നല്ല ഒളിച്ചോടിട്ടോ ഒരു കാര്യമില്ല. ഈ പ്രതിസന്ധി നേരിടാതെ ജീവിതം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങില്ല. കുഞ്ഞിന്റെ കാര്യത്തിൽ അർച്ചനയ്ക്ക് ഞാൻ ഉറപ്പ് വരുന്നു. പക്ഷേ ഈ കേസിന്റെ കാര്യത്തിൽ അർച്ചന ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇപ്പൊ തന്നെ ഗോകുൽ ഡിപ്രഷനുള്ള മരുന്നെല്ലാം എടുത്തു കഴിച്ച കാര്യം അറിയാലോ. ഒരുപക്ഷെ സച്ചി കൊടുത്ത കേസിന്റെ കാര്യം അറിഞ്ഞോണ്ടാവും അളിയ അന്ന് അങ്ങനെ ചെയ്തത്. കോടതി കയറി അവമാനിക്കപ്പെടേണ്ടി വന്ന അളിയ ഒരു തവണ കൂടെ അങ്ങനെ ചെയ്തുകൂടുന്നില്ല. ഇതിപ്പം അർച്ചന കണ്ടോണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞു. ഇനി ചിലപ്പോ അതിന് കഴിഞ്ഞെന്ന് വരില്ല. അർച്ചന, അളിയനാകെ തകർന്നിരിക്കുക. ഇനി ഒരു പോംവഴിയേ ഉള്ളൂ. ആ കേസ് സച്ചി പിൻവലിക്കണം. സച്ചിയെ കൊണ്ട് ആ തീരുമാനം എടുപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അഡ്വക്കേറ്റ് ആരതി. ഈ കേസ് സച്ചിയുടെ നിർബന്ധപ്രകാരം മൂവ് ചെയ്ത് അവരാണല്ലോ. അർച്ചന ഉടൻ തന്നെ അവരെ ചെന്ന് കാണണം. എങ്ങനെയെങ്കിലും ഈ കേസ് വിഡ്രോ ചെയ്യിപ്പിക്കണം. അർച്ചനയെ ഇത്രയും കാലം സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഗോകുലിനും കുടുംബത്തിനും വേണ്ടി അർച്ചന അത്രയെങ്കിലും ചെയ്തേ പറ്റൂ. എന്തായാലും ആരതിക്ക് സത്യങ്ങളെല്ലാം അറിയാലോ. അപ്പോ പിന്നെ അർച്ചന ആരതിയോട് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇല്ലെങ്കിൽ അരക്കില്ലത്തിൽ അപകടത്തിൽപ്പെട്ട പോലെ നിരപരാധികളായ എല്ലാരും കത്തിത്തീരും. ഞാൻ ശ്രമിക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് വേണ്ടി ഗോകുല് കോടതിയിൽ കയറേണ്ടി വരില്ല. അങ്ങനെ വന്നോ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല.